ഇഷാന്റെ ബാപ്പ എവിടെയാ പോയേ? എന്താക്കാൻ പോയതാ? എടുത്തു പാപ്പ. ഇന്നലെ വന്നേരോ മീനെ പിടിക്കുന്ന കണ്ടിട്ട് ഇന്ന് ചൂണ്ടയൊക്കെ സെറ്റാക്കിയിട്ട് വന്നതാ മീനെ പിടിക്കാൻ. പിന്നെ എനിക്ക് ഫുള്ള് വീഡിയോ കിട്ടുമെന്ന് എനിക്ക് ഒരുറപ്പില്ല. കാരണം എൻ്റെ ഒരു മോനെയും കൂട്ടിയിട്ട് ഞാനിവിടെ വന്ന് പിടിച്ച് നിൽക്കുന്നുമില്ല, ഒന്നുമില്ല. ഇന്ന് ആൾ ഭയങ്കര കുറവാട്ടാ. ഇതാണ് നോക്കിയാ, നീ ഇങ്ങനെ കുരുത്തക്കെട്ട് കളിക്കുമെങ്കിൽ ഞാൻ എന്താക്കാന്? ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇന്ന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ചൂണ്ടയിടാനായിട്ട് വന്ന ഇന്ന് കുറേ സ്ഥലം കാണാൻ വന്നവരായിട്ട് ആരും ഇവിടെ കാണുന്നില്ല. ഒറ്റ ഇതാ നോക്കിയാ, ഇന്ന് മിക്കവാറും അഫ്സൽ ഖാൻ്റെ അക്കൗണ്ടിലെ പൈസ മൊത്തം തീരുന്നോട്ടുണ്ട്. കാരണം അവരാ ചൂണ്ട കഴിയുമ്പോഴേക്ക് ഇവിടുന്ന് ഒരുത്തെ കച്ചറയാക്കി കളയും. അവിടെ കുറേ കടികളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പം വാങ്ങിയത് മുട്ട ബജിയാണ്. എനിക്ക് ബിങ്കോ വേണമെന്ന് പറഞ്ഞിട്ട് ബിങ്കോ വാങ്ങിക്കൊടുത്ത്. പിന്നെ ബോണ്ട, പരിപ്പ് വട, പഴംപൊരി, അങ്ങനെ കുറേ കടിയുണ്ട്. പിന്നെ എന്തായാലും അവരെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ കടലും നോക്കിയിരുന്നു. പിന്നെ ചൂണ്ടയിടാൻ വന്ന ആൾക്കാരൊന്നും അതും നോക്കി. നമ്മൾ ഈ ചൂടുള്ള മുട്ട ബജി കഴിക്കുമ്പോഴുള്ള ഒരു എന്താ പറയണ്ടേ, അതുണ്ടല്ലോ, പറഞ്ഞാൽ തിരിയില്ല. ടേസ്റ്റ് ഉണ്ടാ? അമ്മയ്ക്ക് വരുവാ? ബാപ്പ എന്തിനാ വന്നിടാ? ഹലോ എടാ, ഈ സ്ഥലം ഇഷ്ടായ? അടിപൊളിയാ പറഞ്ഞ ഇങ്ങനെ എല്ലാവരും വരണം പറ. എടാ ഇവിടെ എന്തെല്ലാം ഉള്ളു ജാനു? ചായയും മുട്ടായോ? പിന്നെന്തല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ടേസ്റ്റില്ല. പിന്നെയും ഒരു മുട്ടായി തീർന്നാലേ പിന്നെയും എനിക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെയും ഇവിടെ പോയി മുട്ട തിന്ന് അതോടെ കടിച്ചു തിന്ന്. എന്തെങ്കിലും കിട്ടിയോ ചേക്ക്? വാങ്ങിത്തരോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. കാരണം മോനെക്കൊണ്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ചൂണ്ടയിട്ടിട്ട് എന്തെങ്കിലും കിട്ടിയോന്നായിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഡൗട്ട്. ഒന്നും കിട്ടിയിട്ടില്ല. കാലി കൈയായിട്ടാണ് നമ്മളെ കാക്ക വന്നത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.